ഗസയിൽ ഫലസ്തീനികളുടെ ദുരിതം തുടരുന്നതിനിടെ വെസ്റ്റ് ബാങ്കിൽ വൻ ഇസ്രായേൽ ആക്രമണം. അനധികൃത കുടിയേറ്റക്കാരും ഇസ്രായേൽ സേനയും നടത്തിയ ആക്രമണത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. വീടുകളും വാഹനങ്ങളും തകർത്തു. ഗസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം മാത്രം വെസ്റ്റ് ബാങ്കിൽ 1000-ലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ഫലസ്തീൻ ആക്ഷൻ എന്ന സംഘടന ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന UK കോടതി വിധി അന്താരാഷ്ട്ര തലത്തിൽ ഫലസ്തീൻ ക്യാമ്പയിനുകൾക്ക് ശക്തി പകരുന്നു. അബ്ബാസ് മുഹമ്മദ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാൻ. അബ്ബാസ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വംശഹത്യ തുടരുകയാണ് ഇസ്രായേലിന്റെ. എന്താണ് സംഭവിക്കുന്നത്? എത്രത്തോളം മരണമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്? സാഹചര്യം എങ്ങനെയാണ്? ജീന, വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇസ്രായേലിൻ്റെ ആക്രമണം അതിരൂക്ഷമാണ്. ഇസ്രായേലിൻ്റെ ആക്രമണത്തോടൊപ്പം തന്നെ അവിടുത്തെ സെറ്റിൽമെൻറ്റുകളും അവിടെ വ്യാപകമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാബുലസിലെ തിൽഫിത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിലും അതുപോലെ കുസ്ര നഗരത്തിലെ റാസൽ ഐൻ എന്ന് പറയുന്ന ഈ രണ്ട് പ്രദേശങ്ങളിൽ ഈ ഇസ്രായേൽ സേനയുടെ ആക്രമണവും അതിക്രമവും അതുപോലെ ഈ സെറ്റിലേഴ്സിൻ്റെ ജൂത കുടിയേറ്റക്കാരുടെ ഒരു ആക്രമണം രണ്ടും സംയുക്തമായി നടന്നത്. ഇതിലാണ് 54 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ ആക്രമണത്തിൽപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇന്ന് നടന്നത്. ഏതായാലും ഈ വെസ്റ്റ് ബാങ്കിൽ നമ്മൾ ഗസയെക്കുറിച്ച് എല്ലാ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഗസയിൽ ആക്രമണം നടക്കുന്ന അതേ ഒരു സ്വഭാവത്തിൽ തന്നെ ഫലസ്തീൻ്റെ മറ്റൊരു പ്രദേശമായ കിഴക്കൻ ജെറൂസലം ഉൾപ്പെടുന്ന വെസ്റ്റ് ബാങ്കിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, കുടിയേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കുടിയേറ്റമാണ്, ജൂതരുടെ കുടിയേറ്റമാണ് ഈ വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 2024 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഈ ഒരു കുടിയേറ്റം അനധികൃതമാണ്, അത് ഇത്തരം സെറ്റിൽമെൻറ്റുകൾ ഒഴിപ്പിക്കേണ്ടതാണെന്ന ഒരു വിധി ഉണ്ടായിരുന്നു. ഈ വിധിയൊക്കെ മറികടന്നിട്ടാണ് ജൂതരുടെയും അത് ഇസ്രായേൽ സേനയുടെ ഒത്താശയുടെ ജൂതരുടെ കുടിയേറ്റം ഈ ഒരു ഭാഗത്ത് നടക്കുന്നത്. നമുക്കറിയാം, ഈ ഒക്ടോബർ 8 2023 ഒക്ടോബർ 8 ആക്രമണം ഗസയിൽ ലോഞ്ച് ചെയ്തത് മുതൽ വെസ്റ്റ് ബാങ്കിലും ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ആണ് എങ്കിൽ പോലും 1112 പേർ ഇതുവരെ വെസ്റ്റ് ബാങ്കിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നാണ് കണക്ക്. അതുപോലെ 11,500 പേർക്ക് ഇത്തരം ആക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ ഒരു സംഖ്യ കൂടി നമ്മൾ എപ്പോഴും എല്ലാ സമയത്തും ഓർത്തിരിക്കേണ്ടതാണ്. കാരണം നമ്മൾ എല്ലാ സമയത്തും ഗസയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. എന്നാൽ ഇതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ ജൂത അധിനിവേശത്തിന്റെ മറ്റൊരു മുഖം കൂടി കാണുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയാണ്. ഇസ്രായേലിന്റെ വംശഹത്യ തുടരുകയാണ്. അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.